ശ്രീ ഗുരുഭ്യോ നമ. ഇവിടെ UGC നെറ്റിന് 2026 വന്ന ചോദ്യങ്ങളും പിന്നെ PSCക്ക് വന്ന ഒരു ചോദ്യവുമാണ് നോക്കുന്നത്. പുരാണം എന്ന ഭാഗത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, പരസ്പരം സൂചിദ്വയം മേളയത, ചേരുംപടി ചേർക്കാനായിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ പട്ടികയിൽ കോണാദിത്യ വർണ്ണന, ശിവകർമ്മണഃ പിതൃഭക്തി വർണ്ണന, യയാതി ചരിത്ര വർണ്ണനം, പാശുപത യോഗ നിരൂപണം. രണ്ടാമത്തെ പട്ടികയിൽ ബ്രഹ്മപുരാണേ, വായുപുരാണേ, പദ്മപുരാണേ, വിഷ്ണുപുരാണേ എന്ന് കൊടുത്തിരിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം നെറ്റിൻ്റെ തന്നെ, സ്കന്ദപുരാണേ ക്രമശഃ ഖണ്ഡാഃ ഭവന്തി. സ്കന്ദപുരാണത്തിലെ ഖണ്ഡങ്ങളുടെ ഓർഡറിൽ എഴുതാനായിട്ടാണ്. പിന്നെ അടുത്ത ചോദ്യം PSCയിൽ വന്നതാണ്. പുരാണം കീദൃശം അഭിമതം, ത്രിലക്ഷണം, പഞ്ചലക്ഷണം, അഷ്ടാംഗലക്ഷണം എന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യം പറഞ്ഞ കോണാദിത്യ വർണ്ണന, ശിവകർമ്മണഃ പിതൃഭക്തി വർണ്ണന, അങ്ങനെയുള്ള ആ ഒരു ചാർട്ടിൻ്റെ ഉത്തരം, കോണാദിത്യ വർണ്ണന എന്ന് പറഞ്ഞാൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിനെ പറ്റി പറയുന്ന പുരാണം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ബ്രഹ്മപുരാണേ എന്നതാണ്. ഇനി ശിവകർമ്മണഃ പിതൃഭക്തി വർണ്ണന, ഇത് പദ്മപുരാണത്തിലാണ്. യയാതി ചരിത്ര വർണ്ണനം വിഷ്ണുപുരാണത്തിലാണ്. പാശുപത യോഗ നിരൂപണം വായുപുരാണത്തിലാണ്. അപ്പോൾ ഇവിടെ പുരാണങ്ങളിൽ പറയുന്ന വിഷയവസ്തുവിനെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓരോരോ പുരാണങ്ങളിലും എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്കന്ദപുരാണേ ക്രമശഃ ഖണ്ഡാഃ ഭവന്തി. സ്കന്ദപുരാണത്തിലെ ഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ക്രമം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ബ്രാക്കറ്റിൽ 1, 2 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതാണ് ശരിക്കും ക്രമം. മാഹേശ്വരഖണ്ഡഃ, വൈഷ്ണവഖണ്ഡഃ, ബ്രഹ്മഖണ്ഡഃ, കാശീഖണ്ഡഃ, രേവാഖണ്ഡഃ, താപീഖണ്ഡഃ, പ്രഭാസഖണ്ഡഃ. ഇങ്ങനെ 7 ഖണ്ഡങ്ങളാണ് സ്കന്ദപുരാണത്തിലുള്ളത്. അപ്പോൾ ഇവിടെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിരിക്കുന്നു, അതിനെ ശരിയായിട്ട് എഴുതാനായിട്ടാണ്. ഉത്തരമാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. ഇവിടെ 1, 2, 3, 4 എന്നിങ്ങനെ എഴുതിയിട്ടുള്ളത് ആണ് ശരിക്കും ക്രമം. ഇനി PSCയിൽ വന്ന ചോദ്യമാണ്, പുരാണം കീദൃശം അഭിമതം. പഞ്ചലക്ഷണം എന്നാണ് ഉത്തരം. അപ്പോൾ പുരാണത്തിന് 5 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണി ച വംശാനുചരിതം ചൈവ പുരാണം പഞ്ചലക്ഷണം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു പുരാണത്തിൽ ഇങ്ങനെയുള്ള 5 കാര്യങ്ങളെ വർണ്ണിച്ചിരിക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങളോട് കൂടിയ ഇതാണ് പുരാണത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. സർഗഃ, പ്രതിസർഗഃ, വംശഃ, മന്വന്തരാണി, വംശാനുചരിതം, ഇതാണ് പുരാണത്തിൻ്റെ 5 ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. 5 ലക്ഷണങ്ങളോട് കൂടിയതാണ് പുരാണം എന്ന് പറയുന്നു. ഇനി ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് പുരാണങ്ങളെപ്പറ്റി ഇവിടെ ആദ്യത്തെ ചോദ്യത്തിൽ ചോദിച്ച 4 പുരാണങ്ങൾ, ബ്രഹ്മപുരാണം, വിഷ്ണുപുരാണം, വായുപുരാണം, പിന്നെ പദ്മപുരാണം, ഇവയെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് നോക്കാം. ഈ ബ്രഹ്മപുരാണം തന്നെ ആദിപുരാണമെന്നും ആദിബ്രഹ്മ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇതിലെ വിഷയവസ്തു എന്താണെന്ന് ചോദിച്ചാൽ 4 തരത്തിൽ ഇതിനെ ചുരുക്കി പറയാം. പ്രപഞ്ച സൃഷ്ടി, സൂര്യവംശവും ചന്ദ്രവംശവും, തീർത്ഥാടന കേന്ദ്രങ്ങൾ, അവതാര കഥകൾ. പ്രപഞ്ച സൃഷ്ടിയെ പറ്റി പറയുന്നുണ്ട്, അതെല്ലാ പുരാണങ്ങളിലും പറയും. കാരണം സർഗഃ എന്ന് പറഞ്ഞു, പുരാണത്തിൻ്റെ 5 ലക്ഷണങ്ങളിൽ ആദ്യത്തെയാണ് സർഗഃ. സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നർത്ഥം. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയെ ഇതിൽ പറയുന്നു. പിന്നെ സൂര്യവംശത്തെ പറ്റിയും ചന്ദ്രവംശത്തെ പറ്റിയും പറയുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളെ പറ്റി പറയുന്നു. അപ്പോൾ അവിടെയാണ് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിനെ പറ്റി ഇതിൽ പറയുന്നത് ബ്രഹ്മപുരാണത്തിൽ. അതുപോലെ അവതാര കഥകൾ പറയുന്നു. ഈ ബ്രഹ്മപുരാണത്തിൽ 245 അധ്യായങ്ങളാണുള്ളത്. 30-ാം അധ്യായം തൊട്ട് 40-ാം അധ്യായം വരെ പാർവത്യാഖ്യാനമാണ്. 52-ാമത്തെ അധ്യായം മാർക്കണ്ഡേയാഖ്യാനമാണ്. 70 തൊട്ട് 175 വരെയുള്ള അധ്യായങ്ങളിൽ പ്രാചീന തീർത്ഥങ്ങളുടെ മാഹാത്മ്യമാണ്. 180-ാമത്തെ അധ്യായം തൊട്ട് 212-ാമത്തെ അധ്യായം വരെ ശ്രീകൃഷ്ണൻ്റെ ചരിത്രമാണ്. 234-ാമത്തെ അധ്യായം തൊട്ട് 244-ാമത്തെ അധ്യായം വരെ സാഖ്യയോഗത്തിൻ്റെ വിചാരമാണ്. ഇനി പദ്മപുരാണത്തെ പറ്റി പറയുകയാണെങ്കിൽ, പദ്മപുരാണത്തിൽ 6 ഖണ്ഡങ്ങളാണുള്ളത്. സൃഷ്ടിഖണ്ഡം, ഭൂമിഖണ്ഡം, സ്വർഗഖണ്ഡം,
ബ്രഹ്മഖണ്ഡം, പാതാളഖണ്ഡം, ഉത്തരഖണ്ഡം എന്നിങ്ങനെ. ഇതിൽ സാമാന്യമായിട്ട് പൊതുവെ പറയുമ്പോൾ 55,000 ശ്ലോകങ്ങളുണ്ട്. ഇനി വിഷ്ണു പുരാണത്തെ പറ്റി പറയുകയാണെങ്കിൽ വൈഷ്ണവ പുരാണങ്ങളിൽ വൈഷ്ണവ ദർശനത്തിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഉള്ള ഒരു പുരാണമാണ് വിഷ്ണു പുരാണം. രാമാനുജാചാര്യർ അദ്ദേഹത്തിൻ്റെ ശ്രീഭാഷ്യത്തിൽ ഈ ഒരു പുരാണത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളെടുത്ത് പറയുന്നുണ്ട്. ഈ പുരാണത്തിന് വിഷ്ണു ചിത്യാത്മക പ്രകാശ എന്നൊരു വ്യാഖ്യാനവും ലഭ്യമാണ്. ഇനി വായുപുരാണത്തെ പറ്റി പറയുകയാണെങ്കിൽ 112 അധ്യായങ്ങളാണ്, 24,000 ശ്ലോകങ്ങൾ, 4 പാദങ്ങളാണ് ഈ പുരാണത്തിലുള്ളത്. പ്രക്രിയാപാദ, അനുഷംഗപാദ, ഉപോദ്ഘാതപാദ, ഉപസംഹാരപാദ. ഈ പുരാണത്തെ താമസപുരാണമെന്നും വിളിക്കുന്നു. നമസ്കാരം.